ഒരു ഞായറാഴ്ച ആയിക്കഴിഞ്ഞാൽ പുറത്ത് എവിടെയെങ്കിലും പോയില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടാറില്ല. അതുകൊണ്ട് ദേ ഈ ഞായറാഴ്ച നമ്മൾ പോകുന്നത് ചെറായി ബീച്ചിലോട്ടാണ്. രാവിലെ ഞാൻ പാറക്കുട്ടിനോട് ചോദിച്ചു, മോനെ എവിടെയാടാ പോണ്ടേ? അപ്പോൾ അവളും പറഞ്ഞു അവൾക്ക് ബീച്ചിൽ പോയാൽ മതിയെന്ന്. പിന്നെ ഒന്നും നോക്കാൻ നിന്നില്ല. ഞങ്ങൾ ദേ ഇങ്ങ് പോന്നു. അപ്പോൾ ദേ റൈറ്റ് സൈഡിൽ കാണുന്ന വൈറ്റില മേൽപ്പാലമാണ്. അതിന് മുകളിൽ കൂടെ മെട്രോയൊക്കെ പോകുന്നുണ്ട്. പിന്നെ ഇന്ന് ഞായറാഴ്ചയാണേലും റോഡിലൊന്നും അത്ര തിരക്കുള്ളതായിട്ടൊന്നും തോന്നുന്നില്ല. പിന്നെ നമ്മുടെ ഇവിടുന്ന് ഒരു 1 1/2 മണിക്കൂറോളം യാത്രയുണ്ട് കേട്ടോ. 2 മണിക്കൂർ അടുത്ത് യാത്രയുണ്ട് ചെറായിലോട്ട്. അപ്പം നമ്മളിത് ഇങ്ങനെ പോകുമ്പോഴത്തേക്കിന് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു ഗോപുരമാണെന്ന് തോന്നുന്നു. എനിക്ക് എന്താ പറയണമെന്നറിയില്ല. ഓക്കെ, അത് എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിലേക്കുള്ള എൻട്രി ആണേ. പിന്നെ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് സുഭാഷ് പാർക്കാണ്. അപ്പോൾ ഇവിടെ നിങ്ങളെയൊക്കെ കാണിച്ചു തരണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ ഒട്ടും സ്ഥലമില്ല. പാർക്ക് ചെയ്യാൻ വേണ്ടി തീരെ സ്ഥലമില്ല. അത് കണ്ട് നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ, ലെഫ്റ്റ് സൈഡിൽ ഫുള്ള് കാർ പാർക്ക് ചെയ്തേക്കുവാണ്. ഒരു തുള്ളി സ്ഥലം പോലും ഇല്ല പാർക്ക് ചെയ്യാൻ. പിന്നെ നമ്മൾ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്കിനുമാണ് ദേ ഈ ഒരു സ്ഥലം. ഞാൻ ഈ എറണാകുളം വന്ന സമയത്താണേലും ദേ ഇപ്പോഴാണേലും എനിക്കിതിലെ പോകുമ്പോൾ ഇവിടെ ഒരു അത്ഭുതമായിട്ട് തന്നെയാണ് തോന്നുന്നത്. നോക്കിയേ എന്തുമാത്രം ഫ്ലാറ്റുകളാണ്. നമ്മുടെ കേരളത്തിൽ ഒരിടത്ത് പോലും നമ്മൾ ഇത്രയും ഫ്ലാറ്റുകൾ ഇതുപോലെ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ ദേ ഇതിലേ വരുമ്പോൾ എനിക്ക് ഒരു അത്ര ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു ഓർമ്മയും കൂടെ ഉണ്ട് എനിക്ക്. ദേ ഈ വളവിങ്കൽ വെച്ച് ഇപ്പൊ കാണിക്കാം. ദേ ഈ വരുന്ന ഈ വളവെങ്കിൽ എനിക്കൊരു പ്രാവശ്യം ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് മാത്രമല്ല, ഞാനും ചേട്ടായും കൂടെ ബൈക്കിൽ പോന്നപ്പോഴത്തേക്കിനും ഫ്രണ്ടിലുള്ള ഒരു വണ്ടിയിൽ നിന്ന് എന്തോ ഒരു ഓയിൽ പോലെ എന്തോ ലീക്കായി. ഞങ്ങൾ അതിലേക്ക് ബൈക്ക് കയറ്റി സ്കിഡായി. അന്ന് വലിയ മുറിവൊന്നും പറ്റിയിട്ടില്ലേലും അതിലേ ഒരച്ചിലും മുറിവൊക്കെ ഉണ്ടായി. എന്തോ ഭാഗ്യം കൊണ്ട് ഞങ്ങളന്ന് പാറക്കുട്ടനെ കൊണ്ടുപോകാതെ കേട്ടോ വന്നത്. അവളെ അന്ന് അംഗൻവാടി വിട്ടതിന് ശേഷമാണ് ഞങ്ങളന്ന് പോകുന്നത്. അതുകൊണ്ട് രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ മതി. പിന്നെ ദേ നമ്മളിങ്ങനെ പോകുമ്പോഴത്തേക്കിനും റൈറ്റ് സൈഡിലോട്ട് ഒരു വഴിയുണ്ട്. ദേ ഇപ്പം ഈ കാറ് പോകുന്നത് കണ്ടോ? ഈ റൈറ്റ് സൈഡിലോട്ടുള്ള വഴി. ഇത് വല്ലാർപാടം ബസിലിക്കയിലോട്ടുള്ള എൻട്രി ആണേ. അവിടുന്ന് കുറച്ചുകൂടി ഉള്ളിലോട്ട് പോണം. എന്ന് വെച്ചാൽ ഒരുപാട് പോകണ്ട. എന്നാലും ഇച്ചിരിയൂടെ പോകുമ്പോഴത്തേക്കിനും വല്ലാർപാടം ബസിലിക്ക എത്തും. അപ്പോൾ ദേ ഇതുപോലെ ഒരുപാട് പാലം കയറി ഇറങ്ങി വേണം നമുക്ക് പോകാനായിട്ട്. അപ്പോൾ ദേ നമ്മൾ വൈപ്പിനെത്തി. അപ്പോൾ ഫിഷിംഗ് ബോട്ടുകളൊക്കെ ഒത്തിരി സൈഡിലെല്ലാം കിടക്കുന്നത് നമുക്ക് കാണാം. പിന്നെ ഇവിടെയുള്ള കടകളിൽ കിട്ടാത്ത മീനൊന്നും കാണത്തില്ല. കാരണം കടലിൽ പോയിട്ട് വരുന്ന ബോട്ടുകളെല്ലാം ആദ്യം തന്നെ ഇങ്ങോട്ടായിരിക്കുമല്ലോ വരുന്നത്. അപ്പോൾ എല്ലാം ഫ്രഷ് സാധനമായിരിക്കും ഇവിടെ കിട്ടുന്നത്. അപ്പോൾ നമ്മളിത് ഈ റൗണ്ടിൽ നിന്ന് റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോഴാണ് ചെറായിലേക്ക് പോകുന്നത്. ഇവിടുന്ന് ഇനി ഒരു മണിക്കൂർ അടുത്തുള്ള യാത്രയുണ്ട് അങ്ങോട്ടേ. നമ്മൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പാലങ്ങളാണ് ഇനി അങ്ങോട്ട് കയറി ഇറങ്ങാൻ പോകുന്നത്. അതിൻ്റെ അടിയിൽ കൂടെ തോടൊക്കെ ഒഴുകുന്നുണ്ട്. അത് കാണാൻ നല്ല രസമാണ്. പിന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്നാന്നറിയാമോ? ഇവിടെ മുക്കിന് അമ്പലങ്ങളാണേ. ഇപ്പം നമ്മൾ ഇപ്പോൾ ഒരു റൈറ്റ് സൈഡിൽ ഒരു അമ്പലം കണ്ടില്ലായിരുന്നു. ഒരു 500 മീറ്റർ കഴിയുമ്പോഴത്തേക്കും ലെഫ്റ്റ് സൈഡിൽ വേറെ അമ്പലം. ഇതുപോലെ തന്നെ ഇഷ്ടംപോലെ അമ്പലങ്ങളാണ്. അപ്പോൾ ദേ നമ്മൾ ഒത്തിരി ആ 1 മണിക്കൂർ യാത്ര കഴിഞ്ഞിട്ട് ദേ ചെറായിലോട്ട് എത്തിയിരിക്കുവാണ്. വെൽക്കം ടു ചെറായി ബീച്ച് എഴുതി വെച്ചിരിക്കുന്നത് കണ്ടില്ലേ സൈഡിൽ? ഓക്കെ, അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മൾ ചെറായിലോട്ടുള്ള വഴിയിലേക്ക് കയറിയിരിക്കുകയാണ്. ഇത് കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ഉണ്ട്. കണ്ടോ? ഞാൻ ഈ പറഞ്ഞ പ്ലേസാണിത്. 2 സൈഡിലും കായൽ കയറി കിടക്കുക. നടുക്കൂടെ ഇങ്ങനെ വഴി. എപ്പോൾ വന്നാലും ഞങ്ങൾ ഇവിടെ ഒന്ന് ഇറങ്ങി നിന്നിട്ടേ പോകത്തുള്ളൂ. ഇവിടെ നല്ല രസമാണ്. ദേ ഇവിടെ ഇങ്ങനെ കുറച്ച് കാറ്റൊക്കെ കൊണ്ടിരിക്കാനും ഇവിടെ ഒന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ നല്ല പറ്റിയ പ്ലേസാണേ. ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമായി. ഇവിടെ ഒന്ന് കുറേ പ്രാവശ്യം ഇവിടെ വന്നിരുന്നിട്ടുണ്ട് ഞങ്ങൾ. അപ്പം ഇവിടുന്നും കൂടെ കുറച്ച് ഫ്രണ്ടിലോട്ട് പോകുമ്പോഴാണ് നമ്മൾ ചെറായിലെത്തുന്നത്. അങ്ങനെ ദേ നമ്മുടെ 2 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മളിത് ചെറായിലേക്കെത്തി. അപ്പം നമ്മൾ ഫുഡൊന്നും കഴിക്കാതെയായിരുന്നു പോന്നിരുന്നത്. അപ്പം നമ്മൾ ആദ്യം ഇവിടെ വന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോണം. അത് ഞങ്ങളിവിടെ വന്നിട്ട് ആദ്യം ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ചോദിച്ചപ്പോൾ അവിടെ ഞായറാഴ്ച ആയതുകൊണ്ട് അവർക്ക് സ്റ്റാഫില്ല എന്നൊക്കെ അവർ കുറേ റീസണൊക്കെ പറഞ്ഞ് അവിടെ ആകെപ്പാടെ സ്നാക്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്നാക്സ് കഴിച്ചാൽ നമ്മൾ എന്ത് വിശപ്പ് പോവാനാ? അതുകൊണ്ട് ഞങ്ങൾ ദേ വേറൊരു ഹോട്ടൽ തപ്പി കണ്ടുപിടിച്ച് അവിടെ പോയി ഫുഡ് കഴിച്ചിട്ടാണ് വരുന്നത്. പക്ഷേ ഫുഡ് കഴിക്കുന്നതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. എടുക്കാത്തതല്ല, അത് മറന്നുപോയെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ നമ്മളത് ലിലിപുട്ട് എന്ന് പറഞ്ഞ ഈ ഒരു ഹോട്ടലിലാണ് കയറി കഴിച്ചത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ഫുഡായിരുന്നു. അങ്ങനെ ദേ നമ്മൾ ബീച്ചിലെത്തി. പിന്നെ ബീച്ചിൽ എത്തിയ പുറകെ നമ്മൾ കുറച്ച് റീൽസൊക്കെ എടുത്തേ. റീൽസൊക്കെ എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ കുറേ നേരം കാറ്റൊക്കെ കൊണ്ട് അതിലിങ്ങനെ നടന്നു. അങ്ങനെ നടന്നപ്പോൾ നമ്മളൊരു പരിപാടി കണ്ടേ. 50 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 2 മിനിറ്റ് ഇതുപോലെ ഇങ്ങനെ തൂങ്ങിക്കിടന്നു കഴിഞ്ഞാൽ 500 രൂപ കിട്ടുമെന്നുള്ളത്. ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് നോക്കി. പക്ഷെ ഒറ്റ ഒരാൾ പോലും 2 മിനിറ്റ് നിന്നില്ല കേട്ടോ. കുറേ നേരം ഞങ്ങളവിടെ നിന്ന്. അങ്ങനെ ആരും 500 രൂപ കൊണ്ടുവന്നത് ഞങ്ങൾ കണ്ടില്ല. പിന്നെ തമ്പൂട്ടി ഉള്ളതുകൊണ്ട് ഏതായാലും എനിക്ക് ബീച്ചിലിറക്കമൊന്നും നടക്കില്ല. അങ്ങനെ അതേ അപ്പയും മോളും കൂടെ ഡ്രസ്സും ഒക്കെ മാറി ബീച്ചിൽ കളിക്കാനുള്ള ടോയ്സും ഒക്കെ എടുത്ത് 2 പേരൂടെ ബീച്ചിലോട്ട് ഇറങ്ങി. എനിക്കാണെങ്കിൽ ബീച്ചിലിറങ്ങുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. കുഞ്ഞുവാവ ഉള്ളതുകൊണ്ട് ബീച്ചിലിറക്കമൊന്നും നടക്കുകയില്ല. അതുപോലെ തമ്പൂട്ടി ആദ്യമായിട്ടാണ് ബീച്ചിലോട്ട് വരുന്നത്. തമ്പൂട്ടി ആദ്യമായിട്ട് കാണുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ അവനും ഉണ്ടായിരുന്നു. പിന്നെ ഞാനിങ്ങനെ അവനെയും കൈ പിടിച്ച് ഫോണും
വണ്ടിയുടെ താക്കോലും, കാറിന്റെ താക്കോലും എല്ലാം ഉള്ളതല്ലേ. അപ്പൊ എല്ലാം ബാഗിന്റെ അകത്ത് നോക്കിയിട്ട് ബാഗും തൂക്കി, തമ്പുട്ടീനേം പിടിച്ച്, ഒരു കയ്യിൽ ഫോണും പിടിച്ച്, ഒരു വിധത്തിൽ ഞാനവിടെ നിക്കുവായിരുന്നു. എനിക്കാണെങ്കിൽ സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു അവരിറങ്ങുന്നത് കണ്ടിട്ട്. പിന്നെ കുറച്ച് റീൽസും, കുറച്ച് വീഡിയോയും ഒക്കെ എടുത്ത് ഞാൻ ആ സങ്കടം അങ്ങ് തീർക്കുവായിരുന്നു. എന്താണേലും അപ്പയും മോളും എന്താണേലും അടിച്ചു പൊളിക്കുവായിരുന്നു. ഞാൻ പിന്നെ അവരെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിന്നു. അങ്ങനെ ദേ കുറേ നേരത്തെ അടിച്ചു പൊളിക്കൊക്കെ ശേഷം ദേ ചേട്ടായി വന്നിട്ടുണ്ട്. ഇനി അവര് പോയി കുളിച്ചിട്ട് വന്നിട്ട് വേണം നമുക്ക് പോവാനായിട്ട്. അങ്ങനെ ദേ അവരുടെ കുളിയും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേക്കിനും എന്തേ സമയം രാത്രിയായി. പിന്നെ ഞങ്ങൾ അതിലെ കുറച്ചൊക്കെ ഇങ്ങനെ രാത്രി സമയത്ത് ബീച്ചിന്റെ സൗന്ദര്യം ആസ്വദിച്ച് കുറച്ച് നേരമൊക്കെ നടന്ന് ഒരു ഐസ്ക്രീമൊക്കെ തിന്ന് അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് പോയി.